കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് നിധിയോട് ഓരോന്നൊക്കെ പറഞ്ഞ് കരയിന്. അപ്പം നിധി സമാധാനിപ്പിക്കുന്നുണ്ട്. സാരില്ല ചേട്ടാ, സുനിതര കല്യാണമൊന്നും ചേട്ടൻ അറിയായിരുന്നല്ലോ, നമ്മളെല്ലാവരും അത് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇവിടെ നിൽക്കുന്നത്, ഏട്ടനെ എന്തിനാ വിഷമിക്കണമെന്നൊക്കെ ചോദിക്കും. അല്ല മോളെ, എത്ര തവണ അവൾ അമ്മ ആട്ടി ഓടിച്ചിട്ടും അടിച്ചിട്ടും അവൾ ഇങ്ങോട്ട് വന്നില്ലേ, ഇനി അവളിവിടെ ഉണ്ടാവില്ല, അവളിനി ഇങ്ങോട്ട് കയറി വരില്ല, അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ എന്നെ ആകെ തളർത്തണം മോളെ, എനിക്ക് വല്ലാത്തൊരു വിഷമം എന്നൊക്കെ പറയുന്നു. അവളെ കൊണ്ടുപോകുന്നവൻ നന്നായി നോക്കുമോ മോളെ എന്നൊക്കെ ചോദിക്കും. നന്നായി നോക്കും ഏട്ടാ, അവൾ നല്ല സന്തോഷത്തിൽ തന്നെ ജീവിക്കും എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ ആയാൽ മതിയായിരുന്നു മോളെ എന്നൊക്കെ പറഞ്ഞ് കരയിനെന്ന് പറഞ്ഞാൽ പറ്റില്ല. നമ്മുടെ സുഭാഷ് ഒരു കുഞ്ഞിനെ പോലെ നിധിയുടെ മുന്നിൽ നിന്ന് കരയിന്. നിധി ആണെങ്കിൽ അതിനേക്കാളും ശക്തിയായിട്ട് കരയിന്. പിന്നീട് നിധി കുറേ സമാധാനത്തിന് ശേഷം സുഭാഷിനോട് പറയും ഒന്ന് പോയി കെടുക്കാൻ പറയും. അങ്ങനെ സുഭാഷ് പോയി കെടുക്കും. അപ്പോൾ നിധി അടുക്കളയിലേക്ക് ചെല്ലും. അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ചായ വെക്കാൻ പാത്രവും വെള്ളമൊക്കെ എടുക്കും. പക്ഷെ നിധിയുടെ ടെൻഷൻ കാരണം നിധിയുടെ കയ്യിൽ നിന്ന് പാത്രം താഴെ വീണ് പോകും. അപ്പോൾ അത് സുഭാഷ് കേട്ട് ഓടി വരും. എന്താ മോളേന്ന് നോക്കുമ്പോൾ ഒന്നില്ല ഏട്ടാ, പാത്രം താഴെ വീണാണ്. അയ്യോ, വെള്ളമായില്ല അടുക്കളയിൽ, മോള് മാറിക്ക് ചേട്ടൻ തുടച്ചോളാന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല ഏട്ടാ, ഞാൻ തുടച്ചോളാം, ഏട്ടൻ പൊക്കോന്ന് പറയും. എന്തിനാ മോള് ഇപ്പോൾ അടുക്കളയ്ക്ക് വന്നത്? സുഭാഷ് ചേട്ടൻ ഒരു ചായ ഇടാന്ന് വിചാരിച്ചിട്ടെന്ന് പറയും. ചായ ഞാനിട്ടോളാന്ന് പറയും. അങ്ങനെ സുഭാഷ് ചായ ഇടാൻ നോക്കണ്. ചായ ഇടുമ്പോൾ പാലൊന്നും എടുക്കണില്ല, കയ്യൊക്കെ ആകെ വിറക്കിന്, ഒരു സമാധാനമില്ല. അപ്പോൾ നമ്മുടെ നിധി പറയും, ഏട്ടൻ പോയി കിടന്നേ, ഏട്ടൻ പോയി റെസ്റ്റ് എടുക്ക്, ഞാൻ കാപ്പി ഇട്ട് കൊണ്ടുതരാമെന്ന് പറയും. അങ്ങനെ നിർബന്ധിച്ച് ഉന്തി തള്ളി പറഞ്ഞയക്കും. അങ്ങനെ നിധി പാലൊക്കെ എടുത്ത് ചായയൊക്കെ വെച്ച് സുഭാഷിനെ കൊണ്ടു കൊടുക്കണം. ചായ കുടിക്കും. അപ്പോൾ സുഭാഷ് എഴുന്നേറ്റ് ചായ കുടിക്കുമ്പോൾ പറയും, ഞാൻ മോളെ മുന്നിൽ നിന്ന് അങ്ങനെയൊന്നും കരയാൻ പാടില്ലായിരുന്നല്ലേ, സോറി മോളെ, എനിക്കൊരു നമ്മൾ നമ്മുടെ വിഷമങ്ങൾ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പാടുള്ളല്ലേ, ആണുങ്ങൾ കരയാൻ പാടില്ലല്ലേ. പിന്നെ മോൾക്കറിയോ, നമ്മൾ കരയണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നില്ലെങ്കിൽ ഒരു പെങ്ങൾ വേണം, അല്ലെങ്കിൽ അമ്മ വേണം, ഇത് രണ്ടും ഇല്ലാത്തൊരുത്തനായി പോയില്ലേ മോളെ ഞാൻ എന്ന് പറഞ്ഞ് വീണ്ടും കരയിന്. അതിനെന്താ സുഭാഷ് ചേട്ടൻ ഞാനില്ലേ അനിയത്തിയായിട്ട്, എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞ് കരയാലോ എന്ന് പറയുന്നു. അതെ, നീ എൻ്റെ വീട്ടിൽ നീ എൻ്റെ അനിയത്തിയായി വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ മനസ്സ് തുറന്ന് നിൻ്റെ മുന്നിൽ കരഞ്ഞത്, ഞാൻ സ്കൂൾ കുട്ടിയുടെ പോലെ കരഞ്ഞത് നിൻ്റെ മുന്നിൽ. നീ എൻ്റെ അനിയത്തിയാണല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ്. ചേച്ചിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിങ്ങനെ കരയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിധിനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും സാരില്ല ഏട്ടൻ ചായ കുടിക്കുന്ന പറയും. അപ്പോൾ തന്നെ നികേഷ് ഏട്ടൻ തീന്ന് വിളിച്ചു വരും. വാടാ ഇവിടെ ഉണ്ടെന്ന് പറയും. ഇവിടെ എന്താ സുഭാഷ് ഏട്ടൻ നിന്ന് ജോലിക്ക് പോയില്ലേന്ന് പറയും. ആ പോയി, സുഭാഷ് ഏട്ടൻ തലവേദന എന്ന് പറഞ്ഞ് വന്നതാന്ന് പറയും. തലവേദനയോ? അതെന്താ സുഭാഷ് ഏട്ടാ, എന്ത് പറ്റിയെന്ന് ചോദിക്കും. തലവേദന എന്ന് ഞാൻ പറഞ്ഞില്ലേടാ, പിന്നെ നീ എന്തിനാ ചോദിക്കാൻ നിൽക്കണേ എന്ന് നിധി ദേഷ്യപ്പെടും. നിനക്ക് ചായ വേണ്ടേന്ന് പറയും. ആ വേണമെന്ന് പറയും. എന്നാ വാ നമുക്ക് രണ്ടാക്കും ചായ കുടിക്കുക അവിടെ നിന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകണം. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷ് മേഡത്തിനെയും കൊണ്ട് പോകണം. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇടവഴി കൂടെ ഒക്കെ പോകണം, ബ്ലോക്ക് കാരണം. സുധീഷ് ആയാലാണ് ഞാൻ ഇടവഴി കൂടെ ഒക്കെ പോകാൻ സമ്മതിച്ചത്. ഇപ്പോഴത്തെ കാലത്ത് ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമെന്ന് പറയും. അത് ശരി ഇനി മേഡം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധി വിളിക്കും. മേഡം വൈഫിന് വിളിക്കുന്നത്, ഒരു മിനിറ്റ് സംസാരിച്ചോട്ടെ എന്ന് പറയും. അതിനെന്താ സുധീഷ് സംസാരിച്ചോ എന്ന് പറയും. അങ്ങനെ സുധീഷിനെ വിളിച്ചു കഴിഞ്ഞിട്ട് നിധി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയണേ. ഇനിയിപ്പോൾ വിഷമിച്ചിട്ട് എന്താ കാര്യം, സുഭാഷ് ഏട്ടൻ വിഷമിച്ച് വീട്ടിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് ഇനി എന്താ കാര്യം, നല്ലൊരവസരം വന്നത് കളഞ്ഞില്ലേ എന്ന് പറയും. ഇനിയിപ്പോൾ എന്താ കാര്യം, ആ സുഭാഷ് ഏട്ടൻ ഒരുപാട് കരഞ്ഞ് എൻ്റെ കൈ പിടിച്ചിരുന്നേ. കരഞ്ഞോ എന്ന് ചോദിക്കും. ആ കരഞ്ഞു എന്ന് പറയും. ഇനിയിപ്പോൾ സാരമില്ല, എന്ത് ചെയ്യാനാണ്, ഞാൻ വൈകിട്ട് വരാം, ഇപ്പോൾ വരണമെന്ന് ചോദിക്കും. വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിധി ഫോൺ വയ്ക്കും. അങ്ങനെ മാഡം ചോദിക്കുന്നു, എന്താ സുധീഷേ വൈഫ് എന്ത് പറഞ്ഞു എന്ന് പറയും. ഒന്നുമില്ല, ആൾക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എന്നൊക്കെ ഇങ്ങനെ ഓരോന്നാണോ പറയുന്നത്. അപ്പോൾ ഭാഗ്യമുള്ളവനാണ് സുധീഷൻ, സ്നേഹമുണ്ട് സുധീഷിൻ്റെ വൈഫിന് എന്നൊക്കെ പറയും. ആ സ്നേഹമൊക്കെ ഉണ്ട് എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ ഹരീഷ് ഒരാളുടെ വണ്ടി അങ്ങോട്ട് പോയിട്ട് നന്നാക്കി കൊടുക്കണ്. അത് നന്നാക്കണതിൻ്റെ ഇടയിൽ ചായക്കടക്കാരൻ്റെ അടുത്ത് നമ്മുടെ സുധീഷിൻ്റെ ഒക്കെ വെല്ലിച്ചൻ, അതായത് സുനന്ദര അമ്മേരെ ആങ്ങള തന്നെ അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ധർമ്മേട്ട കല്യാണം എന്നൊക്കെ ചോദിക്കും. ഓ, ഈ കരയിലുണ്ടായിരുന്നില്ലല്ലോടാ ഇങ്ങനത്തെ കല്യാണം. അത് ശരിയാണ്, 23 തരം കറി, 3 കൂട്ടം പായസം, വന്നവരൊക്കെ തൃപ്തിയായിട്ട് തന്നെ കേട്ടോ പോയത് എന്ന് പറയും. അതന്നെ അല്ലേ, അതാണ് ഞങ്ങൾക്ക് വേണ്ടതായിരുന്നു. അപ്പം ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിലെ ആൾക്കാർ തിരക്കുകാരനും എത്ര നേരം കഴിഞ്ഞിട്ടെന്ന് അറിയാം ഓരോരുത്തർക്ക് ഭക്ഷണം കിട്ടിയത്. പാചകപ്പുരയിൽ അവിടെ വരെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച ആൾക്കാർ എന്ന് പറയും. അതൊക്കെ ശരി തന്നെയാണ്, നീയും കട അടച്ചിട്ടല്ലേ വന്നതെന്ന് ചോദിക്കും. ആ ഞാൻ കട അടച്ചിട്ടൊക്കെ തന്നെയാണ് വന്നത്, പക്ഷെ ഒരു കുറവുണ്ടായിട്ടാന്ന് പറയും. അതെന്താ കുറവ് എന്ന് ചോദിക്കും.
അത് നിങ്ങളുടെ എല്ലായിടത്ത് കല്യാണം വിളിച്ചപ്പോൾ നിങ്ങളുടെ അനിയനെയും മക്കളെയും വിളിക്കണ്ടല്ലായിരുന്നു. പിന്നെ അനിയനെയും മക്കളെയും എൻ്റെ കൊച്ചിൻ്റെ മുന്നിൽ ഇവർ വന്നാൽ കണ്ണ് ദോഷം കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹരീഷ് കേക്കലിനെ വിളിച്ച് പറയുന്നുണ്ട്, ആ ചെക്ക മെക്കാനിക്ക് എന്ന് വിളിക്കുന്നു, നിൻ്റെ ചേട്ടൻ്റെ കല്യാണം എൻ്റെ കൊച്ചിൻ്റെ കല്യാണത്തിന് മുന്നേ ഉണ്ടാവുന്നുണ്ട്, എന്തായടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വെല്ലുവിളിയൊക്കെ ഉണ്ടായി ഒന്ന് ചായക്കടക്കാരൻ ചോദിക്കും. പിന്നെ അങ്ങനെയൊക്കെ ഒരു വെല്ലുവിളി ഉണ്ടായി. നാടൊട്ടുക്കും പെണ്ണന്വേഷിച്ച് ചേട്ടൻ്റെ അനിയന്മാരും അവരിപ്പോൾ വന്ന പുതിയ പെണ്ണും അന്വേഷിച്ച് നടന്നു. പക്ഷെ കാര്യമില്ല, ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി പെണ്ണ് ചോദിച്ച്, ഞങ്ങൾ ആട്ടി ഓടിച്ചു എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായോ, അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയും. അങ്ങനെ ഓരോന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ഹരീഷ് കുറേയൊക്കെ നിയന്ത്രിച്ച് നിൽക്കും. അപ്പോൾ ചായക്കടക്കാരൻ തന്നെ പറയുന്നുണ്ട്, മിണ്ടാണ്ടിക്ക്, വേണ്ട, അത് ഇനി ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രമോ ഭാഗമാണ്. പ്രമോയിലാണെങ്കിൽ സുധീഷ് വീട്ടിലേക്ക് വേണ്ട ഫുഡൊക്കെ മേടിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഹരീഷിനെയും കയറ്റും വണ്ടിയിൽ. അപ്പോൾ ഹരീഷിനോട് ഇങ്ങനെ ചേട്ടൻ കരഞ്ഞ കാര്യമൊക്കെ നിധി എന്നെ വിളിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ, സുഭാഷ് ചേട്ടൻ കരഞ്ഞിട്ട് ഇനി എന്താ കാര്യം, കഴിഞ്ഞു പോയില്ലേ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അല്ല ഇതെന്താ പൊതിയെന്ന് ചോദിക്കും. ഇതിൽ ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പൊറോട്ട ഉണ്ട്, അല്ല ഇനിയിപ്പോൾ എന്തായാലും രാത്രി ആരും ഉണ്ടാക്കാൻ നിൽക്കണ്ടേ, ഇതൊക്കെ താൻ മേടിച്ചോ, അതാണ് ഞാൻ മേടിച്ചാൽ, അല്ല അങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലല്ലോ, സ്വന്തം കാശ് കൊടുത്തും കഴിഞ്ഞിട്ട്. എന്നാൽ ഇന്ന് ഞാൻ വാങ്ങി, ഇന്ന് എനിക്ക് രണ്ട് സന്തോഷം ഉണ്ടെന്ന് പറയും. ഒരു സന്തോഷമൊന്നും അല്ല, സുഭാഷേൻ്റെ കാര്യത്തിൽ വിഷമവും പിന്നെ നിധിൻ്റെ മനസ്സിൽ വിഷമം വരുമ്പോൾ എന്നെ വിളിച്ച് പറയുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞായിട്ട് ഹരീഷ് ഇങ്ങനെ പുച്ഛിക്കിന്. അങ്ങനെ ഒരു ഭാഗമുണ്ട്. പിന്നീട് നമ്മുടെ വല്യച്ഛനെ, അതായത് സ്വന്തം അച്ഛൻ്റെ ചേട്ടനെ തന്നെ ഹരീഷ് പിടിച്ച് കുടയുന്നുണ്ടോ, തൻ്റെ മോളെ കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ പറയണോ, രാത്രി ഞങ്ങളെ വീട്ടിൽ കയറി വന്ന് എൻ്റെ ചേട്ടനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞത് ഞാൻ ഈ ചായക്കടക്കാരനോടും നാട്ടുകാരോടും പറയട്ടെടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ആകെ വിളറി വെളുക്കണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ അനാവശ്യമായിട്ട് ഇനി എന്നെയോ എൻ്റെ ചേട്ടനെയോ എൻ്റെ വീട്ടുകാരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പ്രായത്തിന് മൂത്താണോ നോക്കില്ല, അടിച്ച് മോന്തര ഷേപ്പ് മാറ്റുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഭാഗം കൂടിയാണ് കാണിക്കുന്നത്. വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുവന്ന് നല്ല സന്തോഷത്തോടെ വിളമ്പി എല്ലാവരും കൂടെ ആസ്വദിച്ച് കഴിക്കുന്നു. ഭാസ്കരനാണെങ്കിൽ ഒരു കണ്ടെയ്നറോട് കൂടി തന്നെ പുറത്തേക്ക് എടുത്തുകൊണ്ട് കഴിഞ്ഞിട്ട് അതും ഇരുന്ന് കഴിക്കുന്നുണ്ട്. സുഭാഷ് മാത്രം ഇങ്ങനെ നുള്ളി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്മുടെ നികേഷ് സാരിയെ കൊടുത്തും കഴിഞ്ഞിട്ട് സുധീഷും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നിധിയും കളിക്കുന്നുണ്ട്. സുഭാഷിനെ വിളിച്ച് കളിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയൊക്കെ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.